ഈ ഭാരതപ്പുഴയിൽ കിട്ടുന്ന ആ ഒരു ബന്ധം എന്ന് പറയുന്നത് എനിക്കൊരു 5 അടിക്കുള്ള ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ ഭാരതപ്പുഴയിൽ വെള്ളം ഉണ്ടായിരിക്കും. മഴക്കാലത്ത് ഈ വന്ന് 2 കരയിൽ മുട്ടിപ്പോകുന്ന ഈ വെള്ളം ഞാൻ കുറച്ച് കാലത്ത് പിടിച്ചു വയ്ക്കും. അത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ള ഈ കിണർ പറ്റിക്കിടക്കുന്ന കിണറുകളിലെല്ലാം വെള്ളം ഉയരും. ഇത്രയും പണിയുള്ളത് അത് ചെയ്താൽ നമ്മുടെ വെള്ളത്തിന് പ്രശ്നങ്ങളുണ്ട്. അപ്പുറത്ത് കുന്നിപ്പുഴയും അല്ലെങ്കിൽ കരിപ്പുഴയും ആ സമയങ്ങളിലെല്ലാം ഉള്ള വെള്ളം കറക്റ്റായിട്ട് റീറൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒറ്റപ്പാട്. ആ മനോഹരത്തേക്ക് നമ്മുടെ കാട് പിടിച്ചെടുക്കുന്ന കനാലുകൾ മുഴുവൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ 1000 ലിറ്റർ അവിടുന്ന് വിട്ടിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും 5 ലിറ്റർ ആവുന്നത് നമുക്ക് കൃത്യമായിട്ട് 1000 ലിറ്റർ വിട്ടു കഴിഞ്ഞാൽ 950 ലിറ്റർ എത്തേണ്ടടുത്ത് എത്തും. അതിനെന്താ കാട് പിടിച്ചെടുക്കാണ് കനാലുകൾ മുഴുവൻ ഇതിൻ്റെല്ലാം വൃത്തിയാക്കി പോകും. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതിൽ വേറൊരു കാര്യം നോക്കി, ആന്റിഡോട്ട് വെനംസ്, പാമ്പ് കടിച്ചാലുള്ള വെനം. അതിവിടെ ബേസിക്കലി നമ്മുടെ നാട്ടിൽ കാണുന്നത് കോബ്രയും വൈപ്പറുമാണ്. ഈ 2 ആന്റിഡോട്ട് വെനംസും പലതും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഇതിനാരെയും ശ്രദ്ധിക്കാറുണ്ടോ, ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പാമ്പ് കടിച്ച ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയാം. ഇതിനെക്കുറിച്ചൊന്നും ആരും എല്ലാവരും പാമ്പ് കടിച്ചാൽ മാത്രം കൂടെ. പക്ഷെ ആ സമയത്ത് 10 സെക്കൻഡ് ആയിരിക്കും ആ മനുഷ്യന്റെ ജീവൻ കളയുന്നത്. ഇതെല്ലാം നമ്മൾ അവയർനെസ് കൊടുക്കണം. ഓരോ ബുക്കിലും എല്ലാം ഉണ്ടായിരിക്കണം. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഞാനിതൊക്കെയാണ് നോക്കുന്നത്. അത് ടൂറിസത്തിനെ കുറിച്ച് സംസാരിച്ചു. ടൂറിസത്തിന് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറെ ആളുകളുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് ടൂറിസം ഡെവലപ്മെന്റ്? ഒറ്റപ്പാലത്തെ ടൂറിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ സുഹൃത്ത് വേർഡ് പറഞ്ഞതുപോലെ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് കൺട്രോളായിട്ട് ജോലി കൊടുക്കാൻ വേണ്ടി, അതൊരു അണികൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കുഞ്ചനന്തിയുടെ പൈതൃകം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സാങ്ക്ടിറ്റി എന്താണെന്നുള്ളത് ലോകം പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ആരും പഠിക്കുന്നില്ല. അതുപോലെ ഞാനിവിടെ അമ്പലത്തിൽ പോയി അമ്പലത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ പലർക്കും നമ്മൾക്ക് പോലും അറിയുന്നില്ല. മോക്ഷത്തിന്റെ അമ്പലത്തെ കുറിച്ച് എത്ര പേർക്ക് അറിയുന്ന വെച്ചാൽ അങ്ങനൊരു സംഭവം ഉണ്ടോ? ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനും